1954 ഓഗസ്റ്റ് 16 കാനഡയിലെ ഒറ്റാരിയോവിൽ ലോകം കണ്ട ഏറ്റവും മികച്ച ഫിലിം മേക്കറിൽ ഒരാൾ പിറന്നു. പേര് ജെയിംസ് കാമറൂൺ. അവതാർ, ടെർമിനേറ്റർ, ടൈറ്റാനിക് പ്രമേയത്തിലും അവതരണത്തിലും വ്യത്യസ്തമായ സിനിമാ അനുഭവങ്ങളിലൂടെ ലോകത്തെ ഞെട്ടിച്ച പ്രതിഭ. ഇതേ വർഷം നവംബർ 7 തമിഴ്നാട്ടിൽ മറ്റൊരു പ്രതിഭ പിറന്നു. ലോകം കണ്ട മഹാനടന്മാരിൽ ഒരാൾ, ഉലക നായകനെന്ന് ആരാധകർ വിളിക്കുന്ന കമൽ ഹാസൻ, ഇന്ത്യൻ സിനിമയിലെ യുഗപുരുഷൻ. ഈ രണ്ട് പ്രതിഭകളും ഇപ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. രണ്ടുപേരും 70കളിൽ എത്തി നിൽക്കുന്നു. 70ൻ്റെ ചെറുപ്പത്തിൽ എന്ന് പറയുന്നതാവും ഭംഗി. കാരണം അവർ ഇപ്പോൾ സിനിമയിൽ നിന്ന് വിരമിക്കുന്നതിനെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്. പകരം അവരൊരു പുതിയ കാര്യം പഠിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് സിനിമ നിർമ്മിക്കുന്നതിനെക്കുറിച്ച്, AI ഫിലിം മേക്കിങ്ങിനെക്കുറിച്ച്. ഇവിടെ ഇരുത്തി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. 70ാം വയസ്സിൽ പുതിയ സാങ്കേതിക വിദ്യ പഠിക്കാൻ എന്താണ് അവർക്ക് പ്രചോദനം? എന്തിനാണ് അവർ ഇപ്പോൾ AI സിനിമയെക്കുറിച്ച് പഠിച്ചു തുടങ്ങുന്നത്? ജെയിംസ് കാമറൂൺ ഒരു സിനിമാ സംവിധായകൻ എന്നതിലുപരി ഒരു ഇന്നോവേറ്ററാണ്. അവതാർ സിനിമയിലൂടെ അദ്ദേഹം 3D ടെക്നോളജിയെ പുതിയ തലത്തിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ അദ്ദേഹം AIയെക്കുറിച്ച് പഠിക്കുകയാണ്. AI എങ്ങനെയാണ് സ്റ്റോറി ടെല്ലിങ്ങിനെ മാറ്റുന്നത്, എങ്ങനെയാണ് വിഷ്വൽ എഫക്റ്റ് കൂടുതൽ റിയലിസ്റ്റിക് ആക്കാം എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പഠനം. ഇതിനായാണ് അദ്ദേഹം സ്റ്റെബിലിറ്റി AI എന്ന കമ്പനിയുടെ ബോർഡ് അംഗമായി ചേർന്നത്. ഇത് വലിയ വാർത്തയായിരുന്നു. ഹോളിവുഡിനെ AIയുമായി കൺവേർജ് ചെയ്യാനുള്ള ആദ്യ പടിയെന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ദൃശ്യങ്ങൾ നിർമ്മിക്കുന്ന സ്റ്റേബിൾ ഡിഫ്യൂഷൻ നിർമ്മിച്ച കമ്പനിയാണ് സ്റ്റെബിലിറ്റി AI. മറ്റൊരു വശത്ത് നമ്മുടെ പ്രിയപ്പെട്ട കമൽ ഹാസൻ, എപ്പോഴും സിനിമകളിൽ ടെക്നോളജിയെ കൊണ്ടുവന്ന പ്രതിഭ. കാലത്തിന് മുന്നേ തൻ്റെ ചിത്രങ്ങളിൽ അദ്ദേഹം പുതിയ ടെക്നോളജിയുടെ ഗംഭീര പരീക്ഷണങ്ങൾ നടത്തി. ഇപ്പോൾ AI ഉപയോഗിച്ച് സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, എഡിറ്റിംഗ്, ക്യാരക്ടർ ഡിസൈനിങ്, സ്റ്റോറി ബോർഡിംഗ് വരെ എങ്ങനെ മാറ്റാമെന്ന് പഠിക്കുന്നു. ഇതിനായി അദ്ദേഹം 45 ദിവസം അമേരിക്കയിൽ പോയി പഠനം നടത്തി. സാധ്യതകൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി. സിനിമയുടെ ലോകം മാറുകയാണ്, അദ്ദേഹം ഉറക്കെ പറഞ്ഞു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. 70 വയസ്സിൽ ഒരു മനുഷ്യൻ ഇനി പഠിക്കേണ്ട കാര്യമില്ല എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ ഈ രണ്ട് പ്രതിഭകളും പറയാതെ പറയുന്നത് പഠനത്തിന് പ്രായമില്ലെന്നാണ്. ഇത് നമുക്കൊരു പ്രചോദനമാവേണ്ടതാണ്. ജെയിംസ് കാമറൂണും കമൽ ഹാസനും നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. AIയുടെ രൂപത്തിൽ സിനിമയ്ക്കിപ്പോൾ അനന്തമായ സാധ്യതകളുണ്ട്. ഏത് കാലത്തേക്കും യാത്ര ചെയ്യാം, ഏത് ലോകവും സൃഷ്ടിക്കാം, ഏതു കഥയും പറയാം. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സംശയം തോന്നാം, ഇത് സിനിമയുടെ മനുഷ്യസ്പർശത്തെ നഷ്ടപ്പെടുത്തില്ലേ എന്ന്. AI വരുമ്പോൾ സംവിധായകൻ്റെ ക്രിയേറ്റിവിറ്റി, നടൻ്റെ അഭിനയം, എഴുത്തുകാരൻ്റെ കഥ, ഇതൊക്കെ എന്താകുമെന്ന്. ഇവിടെ AI ഒരു ടൂൾ മാത്രമാണെന്ന് മനസ്സിലാക്കണം. അത് മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റിയെ റീപ്ലേസ് ചെയ്യുന്നില്ല. അത് മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റിയെ ഓഗ്മെൻ്റ് ചെയ്യും. ഇന്നോളം സാധ്യമാകാതിരുന്ന പല കാര്യങ്ങളും സാധ്യമാകും. ആ സാധ്യതകളാണ് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത്. ഇവിടെ തീർച്ചയായും ഒരു ചോദ്യം ഉയരുന്നുണ്ട്. AI സംവിധാനം ചെയ്ത സിനിമകൾ ഉത്തരവാദിത്തമുള്ളതായിരിക്കുമോ അല്ലയോ എന്ന്. ഇവിടെയാണ് ധാർമ്മികതയുടെ അതിർവരമ്പുകൾ വരയ്ക്കേണ്ടത്. മനുഷ്യൻ അവൻ്റെ അനുഭവങ്ങളിലൂടെയാണ് കഥ എഴുതുന്നത്. സന്തോഷവും സങ്കടവും ജനനവും മരണവും പ്രണയവും വെറുപ്പും അറിഞ്ഞിട്ടുള്ള ഒരു ജീവിയുടെ കാഴ്ചപ്പാടിൽ നിന്നാണ് അതുണ്ടാകുന്നത്. AIക്ക് ഈ അനുഭവങ്ങളൊന്നുമില്ല. അത് പാറ്റേണുകളിൽ നിന്നും അൽഗോരിതങ്ങളിൽ നിന്നുമാണ് കഥകൾ ഉണ്ടാക്കുന്നത്. ടെക്നോളജി ഒരിക്കലും ഒരു ലക്ഷ്യമല്ല, അതൊരു ഉപകരണം മാത്രമാണ്. ടെക്നോളജി മാറുമ്പോഴും കഥ പറയുന്നത് നമ്മളാണ്, മനുഷ്യരാണ്. ഇനി എന്താണ് ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും പുതിയ AI ഡെവലപ്മെൻറ്റുകൾ എന്ന് നോക്കാം. പിക്കാലാബ് എന്ന AI മോഡൽ തങ്ങളുടെ വിഷ്വൽ എഫക്റ്റ് കേപ്പബിലിറ്റിയെ വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നതിൻ്റെ തിരക്കിലാണ്. നോക്കൂ, റൺവേയും സോറയും ക്ലിങ്ങും ലൂമയും വന്ന് അരങ്ങ് തകർത്തപ്പോൾ പിന്നിലായി പോകും എന്ന് വിചാരിച്ച പിക്കാലാബ് വിഷ്വൽ എഫക്റ്റ് മേഖലയിലൂടെ അവരുടെ സ്ഥാനമുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഇനി പറയാൻ പോകുന്നത് പിക്കാസ്വാപ്പിനെ കുറിച്ചാണ്. ഇവിടെ നിങ്ങളുടെ ഒരു വീഡിയോ ഫുട്ടേജിൽ മാറ്റം വരുത്തേണ്ട ഭാഗം തിരഞ്ഞെടുത്ത് എന്താണ് മാറ്റേണ്ടതെന്നും എന്താണ് പകരം വെക്കേണ്ടതെന്നും പറയുക. പിന്നെ പ്രോംപ്റ്റുകളും പെയിൻറ് ബ്രഷും
ഇമേജ് റെഫറൻസുകളും ഉപയോഗിച്ച് നമ്മൾ നൽകുന്ന വീഡിയോയെ ഗംഭീരമാക്കി ഇത് മാറ്റും. ഈ സാങ്കേതികവിദ്യ എത്ര വേഗത്തിലാണ് പുരോഗമിക്കുന്നതെന്നത് അത്ഭുതകരമാണ്. ചുരുക്കി പറഞ്ഞാൽ വീഡിയോയിൽ പ്രത്യേക ഭാഗങ്ങൾ മാറ്റി ആവശ്യമുള്ള രീതിയിൽ മാറ്റാൻ സഹായിക്കുന്ന ഒരു പുതിയ സങ്കേതമാണ് പിക്കാസോ ആപ്പ്. ഡേറിയ ആരിസ് എന്ന ക്രിയേറ്റർ തൻ്റെ 12 വയസ്സുള്ള മകൾ നിർമ്മിച്ച ഒരു ആനിമേഷൻ ചിത്രം എക്സിൽ പങ്കുവെച്ചൊരു കാര്യം പറഞ്ഞു. മകൾ ലൂമ ലാബ്സ് AI ഉപയോഗിച്ച് ബ്ലാക്ക് സ്വാൻ എന്ന സിനിമയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഒരു ആനിമേഷൻ ചിത്രമുണ്ടാക്കി. ഇതൊന്ന് കണ്ടു നോക്കൂ. ഇനി നമുക്ക് ചൈനീസ് മോഡലായ ഹെയ്ലു T2V01 ഡയറക്ടർ മോഡലിനെ കുറിച്ച് പറയാം. വീഡിയോകൾ എങ്ങനെ സംവിധാനം ചെയ്യണം, എഡിറ്റ് ചെയ്യണം, ദൃശ്യങ്ങൾ എങ്ങനെ ചിത്രീകരിക്കണം എന്നതിൽ ഈ മോഡൽ തരുന്ന റിസൾട്ടുകൾ അതിഗംഭീരമാണ്. ഹെയ്ലു AI തന്നെ സബ്ജക്റ്റ് റെഫറൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള മറ്റൊരു പരീക്ഷണം കാണുക. ഒരു റെഫറൻസ് ഇമേജിൽ നിന്നാണ് ഈ കഥാപാത്രങ്ങളെ നിർമ്മിക്കുന്നത്. ഇവിടെ ക്യാരക്ടർ കൺസിസ്റ്റൻസി നിലനിർത്താനും ഹെയ്ലു സബ്ജക്റ്റ് റെഫറൻസ് മോഡലിന് കഴിയുന്നുണ്ട്. ഇനി പാട്ടും പാടി നമുക്ക് അവസാനിപ്പിക്കാം. മിഡ്ജേണി, ക്ലിങ്, ഉഡിയോ എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു AI മ്യൂസിക്കൽ വീഡിയോയെക്കുറിച്ചാണ് ഇനി പറയുന്നത്. കറുപ്പും പിങ്കും നിറങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച ടോക്കിയോ നഗരത്തിനെ കുറിച്ചുള്ളതാണ് ഈ വീഡിയോ. മിഡ്ജേണി ഉപയോഗിച്ച് ചിത്രങ്ങളും, ക്ലിങ് ഉപയോഗിച്ച് വീഡിയോയും, ഉഡിയോ ഉപയോഗിച്ച് സംഗീതവും, ക്യാപ്കട്ട് ഉപയോഗിച്ച് എഡിറ്റിംഗും ചെയ്ത വീഡിയോ. AI സാങ്കേതികവിദ്യ കുട്ടികളെപ്പോലും വലിയ ക്രിയേറ്റീവ് സാധ്യതകളിലേക്കാണ് തുറന്നുവിടുന്നത്. അവരുടെ എനർജിയെ നമുക്ക് ക്രിയേറ്റീവായ കാര്യങ്ങളിലേക്ക് തുറന്നുവിടാനാവണം. അതിന് വലിയ സങ്കേതങ്ങളുടെ ആവശ്യമില്ല. പോക്കറ്റിലിരിക്കുന്ന ആ ഫോണിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഇക്കണ്ട പണിയെല്ലാം ചെയ്യാനാവും. സാധ്യതകളുടെ കടലാണ് നിങ്ങളുടെ പോക്കറ്റിലിരിക്കുന്നതെന്ന് ഓർക്കുക. അപ്പോഴെങ്ങനെയാണ്? തുടങ്ങുകയല്ലേ? AI കൊണ്ട് നിങ്ങൾ നിർമ്മിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും പങ്കുവെക്കാം. പുതിയ കാര്യങ്ങൾ പഠിക്കാം. അതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ AI കമ്മ്യൂണിറ്റിയിൽ അംഗമാവാം. കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാം. അപ്പോൾ കാലമായി കാലമേയായി അടുത്ത ബുധനാഴ്ച വൈകുന്നേരം 6 മണിക്ക്.